കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാർക്കും സഹതടവുകാർക്കും ഒരുപോലെ പേടിയുള്ള പ്രത്യേക സ്വഭാവക്കാരനാണ് ഗോവിന്ദചാമി. എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത സ്വഭാവമാണ് ഇയാളുടേതെന്ന് ജയിൽ ജീവനക്കാർ പറഞ്ഞു. കയ്യിൽ കിട്ടുന്നത് എന്തും ആയുധമാക്കി മാറ്റുന്ന സ്വഭാവത്തിന്റെ ഉടമയാണ്. മുമ്പൊരിക്കൽ ജയിൽ വളപ്പിൽ നിന്ന് ലഭിച്ച ചിരട്ട കഷ്ണം പ്രത്യേക രീതിയിൽ തേച്ച് മിനുക്കി കത്തിക്ക് സമാനമായ രീതിയിൽ മാറ്റിയെടുത്തിരുന്നു. ഏതു സമയവും കൂർത്ത ചിരട്ട കഷ്ണം കൊണ്ടു നടക്കുന്ന പ്രതി പ്രകോപിതനായി ഇതെടുത്ത് കുത്തി പരിക്കേൽപ്പിക്കും. അംഗപരിമിതന് ലഭിക്കുന്ന അവകാശത്തിന്റെ പേര് പറഞ്ഞ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ്. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ജീവനക്കാർക്കെതിരെ പരാതി നൽകുന്നതും പതിവാണ്. അക്രമ സ്വഭാവമുള്ളതുകൊണ്ട് ജീവനക്കാരും മറ്റു തടവുകാരും അകലം പാലിച്ചിരുന്നു. കൂടാതെ ആരുമായും ഗോവിന്ദചാമി ഏറെ അടുപ്പം കാട്ടിയിരുന്നില്ല. മുമ്പൊരിക്കൽ ബിരിയാണി വേണമെന്ന് വാശി പിടിച്ചത് അംഗീകരിക്കാത്തതിനെ തുടർന്ന് നിരാഹാര സമരം നടത്തുകയും ഭക്ഷണം തരുന്നില്ലെന്ന് പരാതി നൽകുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു. പിന്നീട് ജയിൽ അധികൃതർ ബിരിയാണി എത്തിച്ചു നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. കായിക പരിശീലന സമയങ്ങളിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കായികക്ഷമത കാട്ടിയിരുന്നു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ദുരൂഹതയും ജയിലിനകത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പൂർണ്ണ ആരോഗ്യവാനും അഭ്യാസിയുമായ ആളുകൾക്ക് പോലും ജയിലിന്റെ കൂറ്റൻ മതിൽ കയറി മറിയുക അസാധ്യമാണെന്നിരിക്കെ ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ട ഗോവിന്ദചാമിക്ക് ഇതെങ്ങനെ സാധിച്ചെന്നത് അവിശ്വസനീയമാണ്. വൈദ്യുതി വേലി പ്രവർത്തിക്കാത്തത് ഗോവിന്ദചാമി എങ്ങനെ മനസ്സിലാക്കി എന്നതും അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ജയിലിനകത്തു നിന്ന് സഹായം ലഭിച്ചതായാണ് സംശയം. ജയിലിൽ നിരീക്ഷണ ക്യാമറകളും ഇത് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിലും ജയിൽ ചാട്ടം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നത് വലിയ വീഴ്ചയാണ്. സെല്ലിന്റെ ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റാനുള്ള ഉപകരണം എങ്ങനെ തടവുകാരന് ലഭിച്ചു? ഇരുമ്പ് കമ്പികൾ 1-2 ദിവസങ്ങൾ കൊണ്ട് മുറിക്കുക സാധ്യമല്ലെന്നിരിക്കെ ദിവസങ്ങളായുള്ള ഈ ശ്രമം ആരും കാണാതിരുന്നത് എന്തുകൊണ്ട്? എല്ലാ ദിവസവും തടവുകാരെ നിരീക്ഷിക്കുന്നത് പോലെ സെല്ലും പരിസരവും സൂക്ഷ്മമായി പരിശോധിക്കണമെന്നാണ് ജയിൽ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ ഗോവിന്ദചാമിയുടെ സെല്ലിൽ പരിശോധനകൾ ഉണ്ടായിരുന്നില്ലെന്നതും ദുരൂഹത ഉയർത്തുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദചാമിയെ നഗരം വിടുന്നതിന് മുൻപ് പിടികൂടാൻ സാധിച്ചത് 3 പേർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കിണറ്റിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടയാളെ വിവരം പുറത്തറിയിച്ചാൽ കൊന്നുകളയുമെന്നും ഗോവിന്ദചാമി ഭീഷണി മുഴക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശക്തമായ സുരക്ഷയാണെന്ന് ജയിൽ അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴും അത്യാവശ്യം വേണ്ട സുരക്ഷ പോലും ഇല്ലാതെയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പ്രവർത്തിക്കുന്നത്. ജയിൽ വളപ്പിലെ കൂറ്റൻ മതിലിനു മുകളിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ലെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഗോവിന്ദചാമി രക്ഷപ്പെടാൻ തെരഞ്ഞെടുത്ത മതിലിന്റെ ഭാഗത്തുകൂടി ഇതിനു മുൻപും തടവുകാർ രക്ഷപ്പെട്ടിരുന്നു. ഇവിടെ നിരീക്ഷണം ശക്തമാക്കാൻ നടപടി വേണമെന്ന് നിർദ്ദേശം ഉയർന്നിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. 15 വർഷം മുൻപ് ജയിലിൽ കൂടുതൽ വാച്ച് ടവറുകൾ സ്ഥാപിച്ച് പാരാമിലിറ്ററി സൈനികരെ സുരക്ഷയ്ക്കായി നിയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുപ്രകാരം ഗോവിന്ദചാമി പുറത്തേക്ക് കടന്ന മതിലിന്റെ ഭാഗത്തുൾപ്പെടെ വാച്ച് ടവറുകളുടെ പ്രവൃത്തിയും ആരംഭിച്ചെങ്കിലും ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. ഓരോ ഘട്ട പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോഴും ലഭിക്കേണ്ട പണം കുടിശ്ശികയായതിനെ തുടർന്ന് ഒടുവിൽ കരാറുകാരൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതോടുകൂടി പണിയും നിലച്ചു. ജയിലിൽ തടവുകാരുടെ നിരീക്ഷണത്തിനായി CCTV ക്യാമറകൾ ഉണ്ടെങ്കിലും ഇത് വേണ്ട രീതിയിൽ നിരീക്ഷിക്കാൻ പോലും ജീവനക്കാർ താല്പര്യം കാട്ടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1060 തടവുകാരാണ് നിലവിലുള്ളത്. എന്നാൽ തടവുകാരുടെ എണ്ണത്തിന് അനുപാതികമായി ജയിൽ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ഇല്ലെന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിലവിലെ ജീവനക്കാർ അധിക സമയം ജോലി ചെയ്താണ് പലപ്പോഴും ജയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന് ജയിൽ ജീവനക്കാരുടെ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ഗോവിന്ദചാമിയെ പോലൊരു പ്രതി രക്ഷപ്പെടാനിടയായ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് നൽകുന്ന പരിഗണനയുടെ നേർസാക്ഷ്യമാണ്.